ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കുറച്ചായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഞാനിനി ഡെയിലി ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ അരിപ്പൊടി കൊണ്ട് 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നല്ല സിമ്പിളായിട്ട് നല്ല നാരുള്ള കലത്തപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം, അതും കുക്കറിൽ കേട്ടോ. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഞാൻ പറയുന്ന മെഷർമെൻ്റൊക്കെ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം, എങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് കിട്ടുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, നമ്മുടെ കലപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്കായ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി താഴെ ഊർന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടി തന്നെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മിക്സ് ഇതാ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സിയിൽ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കണം കേട്ടോ. കാരണം നമ്മൾ തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തേങ്ങയുടെ പീലിങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അതൊന്ന് നോക്കാം നന്നായിട്ട് തന്നെ അടിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് തന്നെ വേണം കേട്ടോ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട്. കാരണം നല്ല ചൂടോട് കൂടിയിട്ട് വേണം ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നല്ല അത്യാവശ്യം മധുരത്തിന് വേണ്ടി 4 ശർക്കര വരെ എടുക്കാം കേട്ടോ. കറക്റ്റ് പാകം മധുരം കിട്ടാൻ 4 ശർക്കര വരെ എടുക്കാം. ചെറിയ ശർക്കരയാണെങ്കിൽ ഏകദേശം 200 ഗ്രാം. അപ്പോൾ എൻ്റെ ഈ ശർക്കരയ്ക്ക് ഭയങ്കര ഡാർക്ക് കളറായതുകൊണ്ട് ഞാൻ 1 പീസ് കുറച്ചതാണ്, അല്ലെങ്കിൽ ഭയങ്കര കളറായിട്ട് ഇരിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എടുക്കുമ്പോൾ 200 ഗ്രാം ശർക്കര എടുക്കാം. ചെറിയ ശർക്കരയാണെങ്കിൽ 4 പീസ് വരെയൊക്കെ എടുക്കാം, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരം കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് ചൂടോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ അരിപ്പ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ശർക്കര ചെറുതായിട്ട് ഉരുകാത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വീണ് പോവും. അതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ടൈമിൽ അപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇതിലോട്ട് നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കണം, എങ്കിൽ നല്ല ആരൊക്കെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും അതേപോലെ ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സിമ്പിളായിട്ട് കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണ് തേങ്ങ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കലത്തപ്പത്തിന് തേങ്ങ ഇങ്ങനെ കടിക്കുന്ന ടൈമിൽ കേട്ടോ. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇതിലോട്ട് നമ്മളൊരു 5 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ കലത്തപ്പത്തിന് ഈ ചെറിയ ഉള്ളി മസ്റ്റാണ് കേട്ടോ. ഇത് ചേർത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ.
ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. ഇതിവിടെ എല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി കരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഉണ്ടാക്കിയ മിക്സിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുക്കർ നല്ല ചൂടുണ്ടാവണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടിൽ ആക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഒഴിച്ച് കൊടുത്ത ടൈമിൽ തന്നെ ഇതായി സൈഡിൽ ഇതേപോലെ കുമിളൊക്കെ വരണം കേട്ടോ. അത്രയും ചൂടിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. എങ്കിലും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഇങ്ങനെ ആര് പോലെ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കലത്തപ്പം ഒന്ന് ഇരുന്ന് പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ ഒക്കെ പീസ് ഉണ്ടല്ലോ, അതൊന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുമിള സൈഡിൽ വരുന്ന ടൈമിൽ തന്നെ വേണം കേട്ടോ ഇത് മൂടി വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞിട്ടും 1 മിനിറ്റൊക്കെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കുന്നുള്ളൂ. അത്രയും സിമ്പിളായിട്ട് ഇത് വേവിച്ച് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ നല്ല ചൂടിൽ ആവി വരുന്നത് കാണാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ചൂടിൽ ആവി വരുന്നത് കാണാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാത്തതാണ് കേട്ടോ. നല്ല ചൂടിൽ ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കാം. ഇതൊന്നും കൂടി ചൂട് താഴ്ഞ്ഞാൽ നമുക്കെല്ലാം സിമ്പിളായിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ കലത്തപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതേപോലെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്, അത്രയും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിയെല്ലാം കുതിർത്തിട്ട് ഉണ്ടാക്കുന്ന കലത്തപ്പത്തിൻ്റെ സെയിം ടേസ്റ്റാണ്. അതേപോലെ നല്ല ആരോട് കൂടിയിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കാമെന്ന് തോന്നുമ്പോൾ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്